അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അറിഞ്ഞുകൊണ്ടോ മനസ്സാലോ നമ്മുടെ വായ, അതേപോലെ മൂക്ക്, ചെവി, മലമൂത്ര ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി എന്തെങ്കിലും ഒരു വസ്തു അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്കറിയാം നോമ്പ് മുറിയുന്നതാണ്. അപ്പോൾ സുറുമ ഇടുക, കണ്ണിൽ മരുന്നൊഴിക്കുക, വെള്ളം, എണ്ണ മുതലായവ രോമക്കുഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുക, ഇഞ്ചക്ഷൻ എടുക്കുക, യാത്ര ചെയ്യുമ്പോഴോ മറ്റോ അറിയാതെ പ്രാണികൾ വായ്ക്കകത്തേക്ക് കടക്കുക മുതലായ കാര്യങ്ങൾ കൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല. എല്ലാവർക്കും കണ്ണിൽ മരുന്നൊഴിക്കുന്ന വിഷയത്തിൽ സംശയമുണ്ടാകാറുണ്ട്. തലയിൽ എണ്ണ തേച്ചാൽ നോമ്പ് മുറിയുമോ എന്ന സംശയമുണ്ടാകാറുണ്ട്. ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയോ എന്ന സംശയം ഉണ്ടാകാറുണ്ട്. അതേപോലെ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വായിലേക്ക് പ്രവേശിച്ചു, അങ്ങനെ അറിയാതെ ഒരു പ്രാണി നമ്മൾ കാരണമല്ലാതെ ഉള്ളിലേക്ക് കടന്നു, പ്രശ്നമില്ല, നോമ്പ് മുറിയില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു തുണി അല്ലെങ്കിൽ ഒരു നൂല് നമ്മുടെ വാ കൊണ്ട് പൊട്ടിക്കുകയും അല്ലെങ്കിൽ കടിക്കുകയും ചെയ്തിട്ട് ആ തുപ്പൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിഴുങ്ങാൻ പാടില്ല. അത് വേറൊരു വസ്തുവിൻ്റെ തുപ്പലിൻ്റെ അംശം നമ്മുടെ വായിലേക്കുണ്ട്. അപ്പോൾ നൂല് തയ്ക്കുന്ന ആളുകൾ നൂല് കടിച്ചു മുറിക്കുക, തുണി വായിലിട്ടൊന്ന് അല്ലെങ്കിൽ അറിയാതെ ഒന്ന് ചവയ്ക്കുക, കടിക്കുക ചെയ്തിട്ട് അതിൻ്റെ തുപ്പുനീര് ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല. അല്ല സുറുമയിടുകൾ കൊണ്ടോ കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ടോ ഒന്നും നമ്മുടെ നോമ്പ് മുറിയുന്നതല്ല. ഇനി അതേപോലെ തന്നെ ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, ആ വിഷയങ്ങൾ നമുക്കെല്ലാം അറിയാം. അതിൻ്റെ പുക ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് ബാത്തിലാകും, നോമ്പ് മുറിയുന്നതാണ്. ഈ വൊളു ചെയ്യുമ്പോൾ വാ ഉപ്പിളിക്കുമ്പോഴൊക്കെ ചെറിയ രൂപത്തിൽ നമ്മുടെ തുപ്പൽ നീരിനോട് ചേർന്ന് വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് കുടിച്ചിറക്കൽ കൊണ്ടൊന്നും നമുക്ക് നോമ്പ് മുറിയുന്നതല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാക്കലാണ്. പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും അത്തരത്തിലുള്ള വൈകാരികമായ സംഗതികൾ. മൂന്നാമത്തെ സംഗതി സംയോഗം ചെയ്യൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അത് അനുവദിക്കപ്പെട്ടതല്ല. റമദാൻ മാസത്തിലെ പകൽ നോമ്പിൻ്റെ സമയം അനുവാദമില്ല, രാത്രിയിൽ നമുക്ക് അനുവാദമുള്ള വിഷയമാണ്. അങ്ങനെ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ശാരീരിക ബന്ധത്തിൽ നമുക്ക് ഏർപ്പെടാൻ അനുവാദമുണ്ട്. ഇപ്രകാരം വലിയ അശുദ്ധി ഉണ്ടായവർ കുളിച്ചില്ലെങ്കിലും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. രാത്രിയിൽ കുളിച്ചില്ലെങ്കിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. പക്ഷേ നമ്മൾ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് കുളിക്കൽ നമുക്ക് നിർബന്ധമായതുകൊണ്ട് തന്നെ നോമ്പ് പിടിക്കുന്ന സമയം രാവിലെ എഴുന്നേറ്റ് ഇടയത്താഴം കഴിക്കുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയാകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. റമദാന്റെ പകലുകളിൽ ഭാര്യമാരുമായി സംയോഗം നടത്തൽ കൊണ്ട് ആ നോമ്പ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇപ്രകാരം ആരെങ്കിലും ചെയ്താൽ നോമ്പിനെ ഖളാ വീട്ടുന്നതിനോട് കൂടെ തന്നെ ഒരു അടിമയെ മോചിപ്പിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്നാൽ ഈ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണമെന്നാണ്. ഒരു ദിവസം പോലും ഇടവിടാത്ത രൂപത്തിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. അതിനും കഴിയില്ലെങ്കിൽ 60 സാധുക്കൾക്ക് 1 മുദ്ദ് വീതം ഭക്ഷണം ദാനം ചെയ്യണം എന്നുള്ളതാണ്. മുദ്ദിൻ്റെ കണക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കൃത്യമായി പറയാൻ പല അഭിപ്രായങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരി ഏറ്റവും കുറഞ്ഞത് 750 ഗ്രാമെങ്കിലും, അതിൻ്റെ കണക്ക് കൃത്യമായി നോക്കി 750 ഗ്രാമെങ്കിലും 1 മുദ്ദ് കണക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ ഇരിക്കട്ടെ. ഈ നോമ്പ് മുറിയുന്ന 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഛർദ്ദി വരാത്ത ഒരു വ്യക്തി വായിലോ മറ്റോ കൈയിട്ടുകൊണ്ട് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. സ്വമനസാലെ നിഷിദ്ധമാണെന്ന അറിവോടെയും നോമ്പുകാരനാണെന്ന ഓർമ്മയോടും കൂടി മനുഷ്യരുടെയോ മൃഗത്തിൻ്റെയോ ഗുദ അല്ലെങ്കിൽ യോനി ഭോഗത്തിലൂടെ അത്തരത്തിൽ സംയോഗം ചെയ്താലും നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. സ്വന്തം മനസ്സോടുകൂടി ബോധമുള്ള രൂപത്തിൽ ചെയ്യുമ്പോഴാണ് നോമ്പ് മുറിയുക. ഈ 5ാമത്തത് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൈല്. സ്ത്രീകൾക്ക് മാത്രം ഉള്ള 3 കാര്യങ്ങൾ: ഹൈല് ഉണ്ടാവുക, അതുപോലെ പ്രസവ രക്തം നിഫാസ് പുറപ്പെടുക, 7ാമത്തെ കാര്യം പ്രസവിക്കുക.
ഈ 3 കാര്യങ്ങൾ കൊണ്ടും നോമ്പ് ഉള്ള വ്യക്തിയാണെങ്കിൽ അത് സംഭവിക്കലോടുകൂടി നോമ്പ് മുറിയുന്നതാണ്, ബാത്തിലാകുന്നതാണ്. അതേപോലെ തന്നെ 8ാമത്തെ കാര്യം ഭ്രാന്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. പകൽ അല്പസമയമെങ്കിലും ബുദ്ധിഭ്രമം സംഭവിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. ചെറിയ രൂപത്തിൽ അല്പനേരം നമുക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു, നോമ്പ് മുറിയും. അതേപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക, മതഭ്രഷ്ടനാവുക. ഇസ്ലാമിൽ നിന്ന് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പുറത്തേക്ക് പോകുക, അഥവാ ഇസ്ലാമിന് എതിരായി പുറത്തേക്ക് പോകാൻ, മുർത്തദ്ദാകാൻ കാരണമാകുന്ന എന്തെങ്കിലും കാര്യം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും നോമ്പ് ബാത്തിലാകുന്നതാണ്. അതേപോലെ തന്നെ പകലിൽ ഇടവിടാതെ ബോധക്ഷയം ഉണ്ടായാൽ, അല്പനേരമെങ്കിലും ബോധം തെളിഞ്ഞാൽ നോമ്പ് ബാത്തിലാവുകയില്ല. അതേസമയം ഒരാൾ പകൽ മുഴുവൻ കിടന്നുറങ്ങിയതിൻ്റെ പേരിൽ നോമ്പ് മുറിയുന്നതല്ല. പകൽ മുഴുവൻ ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബോധം ഉണ്ടാകാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ, പക്ഷെ അത് നോമ്പിനെ ബാധിക്കില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മലമൂത്ര വിസർജനത്തിന് ശേഷം ശുചീകരണം ചെയ്യുമ്പോഴോ മറ്റോ കൈവിരൽ മലദ്വാരത്തിലോ യോനിയിലോ പ്രവേശിപ്പിക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാകും. അപ്പോൾ ശുചിയാക്കുന്ന അല്ലെങ്കിൽ ശൗചം ചെയ്യുന്ന ആ ഒരു സമയത്ത് മലദ്വാരത്തിലേക്ക് കൈയുടെ വിരലുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയിലോ മറ്റോ ബഡ്സ് പോലെയുള്ള സാധനങ്ങൾ ഉള്ളിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെയും നോമ്പ് പരിപൂർണമായി സ്വീകരിക്കുന്ന നോമ്പായിട്ട് കബൂലാക്കട്ടെ. ഈ റമളാൻ നമുക്കൊക്കെ അനുകൂല സാക്ഷിയാകുന്ന റമളാനായിട്ട് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.